ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സർവശിക്ഷ അഭിയാൻ ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ചാലഞ്ച് ആൻഡ് അച്ചീവ്മെന്റ് പെർട്ടിക്കുലർ ടു ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് പറയാം. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ SS എന്ന് പറയുന്നുണ്ട്. അപ്പൊ സർവശിക്ഷ അഭിയാൻ വാസ് ലോഞ്ച്ഡ് ഇൻ 2001 by the Government of India as the flourished program aimed in universal elementary education to provide free and compulsory education to children aged 6 to 14 years as the mandatory by the Right to Education Act 2009. To focus on infrastructure development, teacher requirement and training, curriculum reform and inclusive education, especially for girls, SC, ST and differently abled children. Implement the Right to Education Act, RT Act, ensure assess the quality and quantity, equality, quality in elementary education. ഇപ്പൊ സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് 2001 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ലോഞ്ച് ചെയ്തുകൊണ്ടൊരു പ്രോഗ്രാം ആയിരുന്നു. അത് എലമെന്ററി തലത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് തന്നെയാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. എലമെന്ററി ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ, നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ അവർ ഗേൾസിനും SC ST കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കും പിന്നെ ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേജറായിട്ട് അവർ അതിനും കൂടെ എന്തെങ്കിലും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു സർവശിക്ഷ അഭിയാന്റെ മേജറായിട്ട് എയിം ആയിട്ട് വരുന്നത്. 2001 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിവേഴ്സൽ അസിസ്റ്റ് ഓഫ് എൻറോൾമെന്റ് ആണ്. രണ്ടാമത്തത് യൂണിവേഴ്സൽ റിട്ടൻഷൻ ആണ്. അടുത്തത് ബ്രിഡ്ജിംഗ് ജെൻഡർ ആൻഡ് സോഷ്യൽ ഗ്യാപ്പ് ആണ്. ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് സപ്പോർട്ട് ദ RT ആക്ട് implementation. സർവശിക്ഷ അഭിയാൻ become the main vehicle of implementing the Right to Education Act 2009 to ensure free and compulsory education, children friendly learning environment. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ അസിസ്റ്റ് ഓഫ് എൻറോൾമെന്റ് ആയിരുന്നു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവരുടെ ഒരു എൻറോൾമെന്റ് അതിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ജെൻഡർ ഗ്യാപ്പ് ഒക്കെ അവിടെ ഇല്ലാതാക്കുക. SC ST കുട്ടികൾക്ക് ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഒരു അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ടെക്നോളജിയിലാണെങ്കിലും ടീച്ചിങ് മെറ്റീരിയൽസിലാണെങ്കിലും ഒക്കെ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക. അവിടെ എന്താ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ അവന്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. മേജർ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് increased enrollment, expansion of the school infrastructure, teacher requirement and training, curriculum and textbook reforms, implementation Right to Education Act, focus on inclusion, program for children with the special needs, CWS in girls child education. പ്രധാനമായി അവർ അച്ചീവ് ചെയ്യുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡിന് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കരിക്കുലത്തിനാണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർ ട്രെയിനിങ്സ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേൾസ് എഡ്യൂക്കേഷനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പ്രോഗ്രാംസുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ അച്ചീവ്മെന്റ്സ് നമുക്ക് പറയാം. പക്ഷെ അതിനിപ്പോ ഒരു ചാലഞ്ചേഴ്സും അതിൽ നേരിട്ടിരുന്നു. എന്താന്ന് വെച്ചാല് അത് പ്രധാനമായിട്ട് അവർ നേരിട്ട ചാലഞ്ച് എന്ന് പറയുന്നത് പല സ്കൂളുകളിലും എന്ത് ചെയ്തിരുന്നില്ല, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒരു ഷോർട്ടേജും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഷോർട്ടേജ് ആൻഡ് ആബ്സെന്റീസ് ഉണ്ടായിരുന്നു. ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്റ്റിൽ ലോ ആയിരുന്നു. ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ പല കുട്ടികളും സ്കൂളിന് പുറത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റും അവിടെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സം സ്കൂൾ ലാക്ക് ടോയ്ലറ്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് ബൗണ്ടറി വാൽസും പല സ്കൂളുകളും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അതിന്റെ മേജർ ചാലഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എ പ്രോഗ്രാം വിത്ത് എ ക്ലിയർ ടൈം frame for universal elementary education, a
responds to the demanded quality basic education for over the country, a participation between central, state and local government, an opportunity for promoting the social justice and so basic education. അതൊക്കെയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിൽ പറയുമ്പോൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഒക്കെ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിൽ പറയുന്നത്. ഇനി അടുത്തതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുമ്പോൾ സർവശിക്ഷ അഭിയാനെ എലമെന്ററി ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന്റെ മേജറായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് സെക്കൻഡറി ലെവലായിരുന്നു. അതായത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. +1 +2 തലത്തിലുള്ള കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതാണ് അതിന് പ്രധാനമായിട്ട് അവരെ ലക്ഷ്യമുണ്ടായിരുന്നത്. The program launched in the 2009 aimed in the enhancing access to improve the quality of secondary education by removing gender, social and economic disparities, barriers, making all the secondary school reform the prescribed norms. Secondary education, it is to make good quality education available access to the norms. In secondary education is make a good quality education available access to affordable in the young people, the group of 14 and 18 years class +1 +2. അപ്പോൾ +1 +2 തലത്തിലുള്ള കുട്ടികൾക്ക് നല്ല എന്താ ചെയ്യുക, സോഷ്യൽ, ജെൻഡർ, എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു അതിന്റെ പ്രധാനമായിട്ടും സർവശിക്ഷ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന്റെ മേജറായിട്ട് എയിം എന്ന് പറയുന്നത്. ആ എയിം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ സെക്കൻഡറി തലത്തിൽ 7 കിലോമീറ്റർ, ഹയർ സെക്കൻഡറി സ്കൂൾ 7 കിലോമീറ്റർ ചുറ്റളവരെ ഹാബിറ്റേഷൻ ഉള്ള സ്ഥലങ്ങൾ ഒരു ചുറ്റളവിൽ ഒരു സ്കൂൾ വേണം എന്നുള്ള പറയുന്നത് വന്നതും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന്റെ ഇതിലെ പ്രോഗ്രാമിൽ വരുന്നതായത്. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ. The children aged 14 and 16 years ആയിരുന്നു. Improving quality of education, removing social, gender and economic disparities, universalization of secondary education to improving facilities. അതിന്റെ മേജർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സെക്കൻഡറി തലത്തിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, ജെൻഡർ, സോഷ്യൽ, എക്കണോമിക് ഡിസ്പാരിറ്റീസിനെ റിമൂവ് ചെയ്യുക, യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസേഷൻ ആക്കി മാറ്റുക, അവർ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളിലെ ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ മേജർ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇൻക്രീസ്ഡ് എൻറോൾമെന്റ്, ന്യൂ സ്കൂൾ ഓപ്പൺഡ്, ടീച്ചർ റിക്വയർമെന്റ് ആൻഡ് ട്രെയിനിങ്, ICT ഇൻ സ്കൂൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതിന്റെ മേജർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ വന്നതോടുകൂടി പുതിയ സ്കൂളുകൾ ഓപ്പൺ ചെയ്യപ്പെട്ടു, ടീച്ചേഴ്സിന് പുതിയ ട്രെയിനിങ് കിട്ടി, ICT ഒക്കെ സ്കൂളുകളിൽ വരാൻ തുടങ്ങി, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ചില ചാലഞ്ചേഴ്സും അത് നേരിട്ടിരുന്നു. എന്താണ് പ്രധാനപ്പെട്ട അത് നേരിട്ട ചാലഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലോ ലേണിംഗ് ഔട്ട്കംസ് ആയിരുന്നു, അടുത്തത് ടീച്ചർ ഷോർട്ടേജ് ആയിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് ആയിരുന്നു, ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ആയിരുന്നു. പ്രധാനമായിട്ടും വരുന്ന എന്താണ്, ക്വാളിറ്റി, പല സ്കൂളുകളും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പല സ്കൂളുകളും വേണ്ടത്ര ടീച്ചർമാരുടെ ക്വാളിറ്റി ആയിട്ടുള്ള ടീച്ചർമാരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഷോർട്ടേജുകൾ ഉണ്ടായിരുന്നു. പല സ്കൂളുകളും ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും സർവശിക്ഷ അഭിയാനും കൂടി ചേർന്നിട്ടാണ് പിന്നീട് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ നമ്മൾ SSA എന്ന് തന്നെയാണ് പറയുന്നത്. സർവശിക്ഷ അഭിയാനാണ് പിന്നീട് സമഗ്ര ശിക്ഷ അഭിയാനായിട്ട് മാറിയത്. അതിനെ നമ്മൾ SSA എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇൻ 2018 സർവശിക്ഷ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ വാസ് മെർജ്ഡ് ഇൻ സമഗ്ര ശിക്ഷ അഭിയാൻ. 2018 രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന് സമഗ്ര ശിക്ഷ അഭിയാനുമായിട്ട് മർജ് ചെയ്യപ്പെടുന്നത്. ഇതാ കോമ്പിനേഷൻ സർവശിക്ഷ അഭിയാൻ പ്ലസ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പ്ലസ് ടീച്ചർ എഡ്യൂക്കേഷൻ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, സമഗ്ര ശിക്ഷ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക.
സോഷ്യൽ, എക്കണോമിക്, ജെൻഡർ ആയിട്ടുള്ള എല്ലാ ഡിസ്പാരിറ്റി റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ ആയിട്ട് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് തന്നെയായിരുന്നു സമഗ്ര ശിക്ഷ അഭിയാൻ പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മധ്യ ശിക്ഷ അഭിയാനൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ടു ട്രാൻസ്ജെൻഡിങ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ വുമൺസ് എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം നൽകിയിട്ട് SC/ST കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്കും ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻസിന് വേണ്ടിയിട്ടും പല പ്രോഗ്രാംസുകളും അതിലുണ്ടായിരുന്നു. Both Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan now part in Samagra Shiksha, still the creative, a more inclusive and quality education system to provide targeted support and interventions girls from scheduled class and tribe, minorities and other vulnerable group in promote inclusive classroom and focusing on learning outcomes. അതിന്റെ ഭാഗമായിട്ടാണ് കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയം, ഈ വിദ്യാലയ തുടങ്ങിയ സ്കീമുകളും വിദ്യാലയങ്ങളൊക്കെ ഉയർന്നു വന്ന് അതിന്റെ ഭാഗമായിട്ടായിരുന്നു. അതായത് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ്, അതുപോലെ തന്നെ SC/ST കമ്മ്യൂണിറ്റീസിനും അവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ്, അവരെയും സമൂഹത്തിൽ നല്ല രീതി ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ടായിട്ട് അത് ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയം റെസിസ്റ്റന്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ബ്ലോക്ക് ഗേൾസ് ഹോസ്റ്റൽ providing residential facilities girl at the secondary level. Special focus district prioritizing intervention in the area the high concern of the marginalized community. ഈ വിദ്യാലയ universe the providing multimodal education including digital learnings. അപ്പോൾ വുമൻസ് എഡ്യൂക്കേഷൻസിന് ബാക്ക്വേർഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരെ സമൂഹത്തിൽ ഉന്നതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കസ്തൂർബ ബാലിക വിദ്യാലയങ്ങൾ, റെസിഡൻഷ്യൽ സ്കൂളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും സമഗ്ര ശിക്ഷ അഭിയാനും ഒക്കെ മേജറായിട്ട് എയിം ചെയ്തിരുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു. Samagra Shiksha aimed to create an education system that transcended the barriers class, caste and gender, ensuring that all children have the opportunity to reach their full potential according to the Ministry of Education. Rashtriya Madhyamik Shiksha Abhiyan and Sarva Shiksha Abhiyan or Samagra Shiksha Abhiyan helped to marginalize the community students. They are give importance of girl education. They cut off barriers, caste, class and gender education system. Both Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan introduced universal education. അപ്പോൾ ഈ പ്രോഗ്രാംസുകൾ സമഗ്ര ശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാനൊക്കെ ഗേൾസ് എഡ്യൂക്കേഷനെയും SC/ST കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, എക്കണോമിക് തരത്തിൽ എല്ലാവിധ ബാരിയേഴ്സിനെയും അവർ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സാർവത്രികമായുള്ളൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഇത് ലക്ഷ്യം. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. പല വെല്ലുവിളികൾ നേരിട്ടുണ്ടെങ്കിലും പല അച്ചീവ്മെന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല അച്ചീവ്മെന്റ്സ് കൊണ്ടുവരാനും ഇതിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.